ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 18-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന യഹൂദ സന്യാസിയായിരുന്നു ബാൽ ഷെം ടോവ്. അദ്ദേഹം എല്ലാ ദിവസവും അർദ്ധരാത്രിയാകുമ്പോൾ ഒറ്റയ്ക്ക് നദിക്കരയിലേക്ക് നടക്കുമായിരുന്നു. നിലാവെളിച്ചത്തിൽ പാൽ പോലെ പതഞ്ഞൊഴുകുന്ന ജലത്തിലേക്ക് നിശബ്ദമായി നോക്കി കുറെ നേരം അദ്ദേഹം അവിടെ ഇരിക്കും. അതേതെങ്കിലും പ്രാർത്ഥനയോ മന്ത്രമോ ആയിരുന്നില്ല. അത് സ്വന്തം മനസ്സിനെ ശ്രദ്ധിക്കുന്ന നിമിഷമായിരുന്നു, ഒരു തരം ധ്യാനം. ബാൽ ഷെമിന്റെ എല്ലാ രാത്രിയിലെയും ഈ യാത്ര ഒരു സമ്പന്നന്റെ വലിയ ബംഗ്ലാവിന് മുമ്പിലൂടെയായിരുന്നു. രാത്രി മുഴുവൻ അവിടെ കാവൽ നിൽക്കുന്ന കാവൽക്കാരൻ ദിവസങ്ങളായി ഈ കാഴ്ച ശ്രദ്ധിച്ചിരുന്നു. ഒരാൾ എല്ലാ രാത്രിയും ഒരേ സമയത്ത് നദിക്കരയിലേക്ക് പോകുന്നു, തിരികെ വരുന്നു, ഒന്നും പറയുന്നില്ല. ഒരു രാത്രി സംശയം തോന്നിയ കാവൽക്കാരൻ ബാൽ ഷെമിനെ തടഞ്ഞു നിർത്തി ചോദിച്ചു, ഈ പാതിരാത്രിയിൽ അങ്ങേക്ക് നദിക്കരയിൽ എന്താണ് പരിപാടി? ബാൽ ഷെം ശാന്തമായി തിരിച്ചു ചോദിച്ചു, നിങ്ങൾക്കിവിടെ എന്താണ് പരിപാടി? ഇയാൾ പറഞ്ഞു, ഞാനൊരു കാവൽക്കാരനാണ്. ബാൽ ഷെം പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, ഞാനും ഒരു കാവൽക്കാരൻ തന്നെയാണ്. എന്നിട്ട് അദ്ദേഹം തുടർന്നു, വ്യത്യാസം ഇത്രയേ ഉള്ളൂ, നിങ്ങൾ മറ്റുള്ളവരെ നിരീക്ഷിക്കുന്നു, ഞാൻ എന്നെ തന്നെ നിരീക്ഷിക്കുന്നു. മറ്റുള്ളവരുടെ കാവൽക്കാരനാകുന്നതിന് മുമ്പ് സ്വന്തം ജീവിതത്തിന്റെ കാവൽക്കാരൻ ആവുക എന്നത് വളരെ പ്രധാനമാണ്. ലോകത്തിലെ ഏറ്റവും കഠിനമായ കാവൽ മറ്റുള്ളവരെ നിരീക്ഷിക്കുന്നതല്ല, മറിച്ച് സ്വന്തം ചിന്തകൾക്കും വികാരങ്ങൾക്കും സത്യസന്ധമായി കാവൽ നിൽക്കുക എന്നതാണ്. സകല ജാഗ്രതയോടും കൂടെ നിങ്ങളുടെ ഹൃദയത്തെ കാത്തുകൊള്ളുക. ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നത് എന്ന് സദൃശ്യവാക്യങ്ങൾ 4:23 പറയുന്നു. സ്വന്തം ഹൃദയത്തിന് കാവൽ നിൽക്കാതെ മറ്റുള്ളവർക്ക് കാവൽ നിൽക്കുക എന്നതുകൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? പുറത്തുള്ള ശത്രുക്കളെക്കാൾ അപകടകാരിയാണ് നമ്മുടെ ഉള്ളിലെ ശത്രു എന്ന് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. മറ്റുള്ളവർക്ക് കാവൽ നിന്ന് അവരെ നിരീക്ഷിച്ച് അവരുടെ കുറവുകളും വീഴ്ചകളും മാത്രമല്ല, സമ്പത്തും സൗന്ദര്യവും നേട്ടങ്ങളും പോലും കണ്ടെത്തി സ്വയം താരതമ്യം ചെയ്ത് ജീവിതത്തിന്റെ മനസമാധാനം കളയുന്നവരാകരുത്. യഥാർത്ഥ ധ്യാനം കണ്ണുകൾ അടയ്ക്കുന്നതല്ല, അത് ലോകത്തിൽ നിന്ന് ഒളിച്ചോടലുമല്ല, മറിച്ച് അകക്കണ്ണ് തുറക്കലാണ്. അവിടെ കണ്ടെത്തപ്പെടേണ്ടത് നമ്മെ തന്നെയാണ്. സ്വന്തം മനസ്സിനെ കണ്ടെത്തി അതിന് കാവൽ നിൽക്കുന്നവനാണ് ജീവിതത്തിൽ വിജയിക്കാൻ കഴിയുകയുള്ളൂ. കാരണം ജീവിതത്തിലെ പരാജയങ്ങളിൽ പലതും ബാഹ്യ സാഹചര്യങ്ങളാൽ ഉണ്ടാകുന്നതല്ല, നിയന്ത്രണമില്ലാത്ത ചിന്തകളാലും അടക്കമില്ലാത്ത വികാരങ്ങളാലുമാണ്. മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയാത്തവൻ സാഹചര്യങ്ങളുടെ അടിമയായി മാറും. മനസ്സിന് കാവൽ നിൽക്കുന്നവൻ സാഹചര്യങ്ങളെ അതിജീവിക്കും. നമുക്ക് നമ്മുടെ തന്നെ കാവൽക്കാരായി മാറാം. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. Sanjay ni kode va